ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തൊടുപുഴ സെൻറ്റ് മേരീസിലെത്തിയിട്ടുണ്ട്. നമുക്കിന്ന് MRIയും അതുപോലെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല, കാരണം ഇതിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ കടക്കാൻ പോവാണ്. അപ്പം അത് ചെയ്യാൻ പോകുന്നതിൻ്റെ ടെൻഷനൊന്നും അല്ല, എനിക്ക് വണ്ടിയിൽ കയറി വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കരമായിട്ട്, അതായത് ഞാൻ തീർന്നു പോകുമെന്നൊക്കെ എനിക്കങ്ങ് തോന്നുന്നു. കൊച്ചിനെ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തപ്പി പിടിച്ച് നമ്മൾ MRI ചെയ്യേണ്ട ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ആദ്യം നമ്മളിവിടെ കയറി ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു MRI അപ്പുറത്താണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പുറത്തേക്ക് പോയി. പിന്നെ അപ്പം നമുക്ക് 10 മണിക്കാണ് സ്ലോട്ട് കിട്ടിയിരുന്നത്. നമ്മൾ 9:55 ആയപ്പോഴത്തേക്ക് എത്തി. പക്ഷേ ഇൻ ബിറ്റ്വീൻ കുറേ എമർജൻസി കേസുകൾ, കുറേയല്ല, ഒരു 2 വന്നു. പിന്നെ ചെറിയ ചെറിയ കേസുകൾ വന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് നമ്മളൊരു 11:30 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സ്ലോട്ട് കിട്ടിയത്. നമ്മൾ കയറിയത് ഇതും കേട്ടോ. കഴിഞ്ഞു MRI കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ അടുത്തത് മറ്റേ ഞരമ്പിൻ്റെ ഒരു ടെസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ, ഇതൊക്കെ കഴിഞ്ഞിട്ടല്ല കേട്ടോ, ഇതിനൊക്കെ മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. കാരണം ഒത്തിരി താമസം ഉള്ളത് കൊണ്ട് നമ്മളോട് പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി. ഇന്ന് ഞാൻ ഒന്നും കഴിക്കാതെയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ഫുഡിന് മുമ്പ് ഇരുന്നിട്ട് പോയിരുന്നു കേട്ടോ. മീനെ കാണിക്കാമല്ലോ. ഇത് കണ്ടോ മീൻ? രസമായോ? ഇഷ്ടമായോ? ഇനി കൊണ്ടുപോട്ടെ. ഡോക്ടറെയൊക്കെ കണ്ട് നമ്മൾ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂവിലാണ്. ഡോക്ടറെ കാണാൻ നിന്നതിനേക്കാൾ താമസമായി പോയിട്ടോ നമുക്ക് മരുന്ന് മേടിക്കാനായിട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിച്ചിട്ട് പറയാമേ. ഹലോ, അപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. MRI കഴിഞ്ഞു, അതുപോലെ തന്നെ ഞരമ്പിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ലൈഫിൽ ആദ്യമായിട്ടാണ് MRI ചെയ്യുന്നത്. MRI ഒട്ടും പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാണെന്നറിയത്തില്ല, ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി ഇറക്കി അങ്ങനൊരു സംഭവമാണല്ലോ. അപ്പോൾ കുറേ സമയം പിന്നെയും കയറ്റി ഇറക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഭയങ്കരമായിട്ടുള്ള പ്രശ്നം കാണും, അതുകൊണ്ടായിരിക്കും കയറ്റി ഇറക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. പിന്നെ മറ്റേ ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അതും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അത് നമ്മുടെ ഞരമ്പിന് ലേക്ക് ഒരു ഇത് ഘടിപ്പിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് പോലെ തരികയാണ് കേട്ടോ. അതൊരു കുറേ പ്രാവശ്യം കുറച്ചായിട്ട് തന്നുണ്ട്. അങ്ങനെയാണ് അത് നമ്മുടെ ഞരമ്പിൻ്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഒട്ടും അപകടകരമായിട്ടുള്ള സാധനമല്ല. നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ ഷോക്ക് പോലെ കിട്ടുമ്പോൾ നമ്മൾ ഒന്ന് ഇതാവും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. കാല് വേണ്ടേ കയറ്റിയിടും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ടെസ്റ്റുകൾ. 2 ടെസ്റ്റും കഴിഞ്ഞു. നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പം ഞരമ്പിൻ്റെ ആ ടെസ്റ്റിൽ വേറെ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ MRIക്കകത്ത് ഞരമ്പുകൾക്കെല്ലാം ഭയങ്കരമായിട്ട് നീർക്കെട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് വേദന മാറാത്തത്. നീർക്കെട്ട് മാറാതെ വേദന മാറില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ പോകുന്ന ഞരമ്പുകൾക്കാണ് കൂടുതലായിട്ടും നീർക്കെട്ടുള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് മീൻസ് വീട്ടിലെ പണി ചെയ്യരുതെന്നല്ല, നമ്മുടെ തലയ്ക്ക് റെസ്റ്റ് കൊടുക്കണം. ഫോണൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യരുത്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, കറക്റ്റ് സമയത്ത് ഉറങ്ങണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പണി ചെയ്യരുതെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഒരു കാര്യം ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്ക്. കമൻസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഫോണധികം യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് യൂസ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ. ഫോൺ കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഭയങ്കര അസ്വസ്ഥതയാണ് തലയ്ക്ക്. ഫോൺ കാണാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഇത്തിരി ഒച്ചയിൽ സംസാരിച്ചാൽ അതെനിക്ക് പ്രശ്നം. ഈയിടെ എന്തോ പറഞ്ഞപ്പോൾ ഇവളെ എന്തോ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പതുക്കെ പറയാമോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് പറയണേ. പക്ഷെ ഒരു ശക്കല നമ്മുടെ ആ ഒരു ഇതിലൊരു ശക്കല ഒരിത് വന്നപ്പം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ വണ്ടിയിൽ പാട്ട് വെക്കുക, ഈ സംഭവം ഒന്നും. അച്ഛയാണെങ്കിൽ എവിടെ പോയാലും ഇത്തിരി ദൂരെ പോകാനുള്ളതിൽ ഫുള്ള് പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇതിൽ പോകുന്നത്. പക്ഷെ എനിക്ക് അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞരമ്പ് ഫുള്ളും ഇതാണ്, നീർക്കെട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം അത് മാറാതെ വേദന മാറില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് MRIയുടെ ഫിലിംസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നേരം റിപ്പോർട്ട് ആയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ വരുമ്പം 20 ഡേയ്സ് കഴിഞ്ഞിട്ട് അതെന്തിനാ കളഞ്ഞേ. അപ്പം 20 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പം MRIയുടെ റിപ്പോർട്ടുമായിട്ട് വരാനാണ് പറഞ്ഞത്.
അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ MRI ചെയ്തത്. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ആൾക്കാർ ചെയ്യുന്നതെന്ന് തോന്നുന്നു, എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അവിടെയാണ് നമ്മൾ ചെയ്തത്. അപ്പം ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. നമ്മളെ അറിയാവുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടു. എന്താ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമായിരുന്നില്ലേ എന്നൊക്കെ നേരത്തെ പറയുമായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേരെ കണ്ടു കേട്ടോ. ഒത്തിരി പേര് നമ്മളോട് സംസാരിച്ചു. ഇതുമല്ല എനിക്ക് അതിനൊന്നും പറ്റുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് ഈ വണ്ടിയിലുള്ള യാത്ര ഞാൻ ആരും ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല. എനിക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും പറ്റത്തില്ല കേട്ടോ. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ. എന്തൊരു അതിപ്പം ഈ വയ്യഴിക്കൊക്കെ ഉള്ള ഈ മെഡിസിനൊക്കെ എടുക്കുന്നതുകൊണ്ട് കൂടുതലുണ്ട് കേട്ടോ. പക്ഷെ അതെന്താണൊരു ഇതിൻ്റെ പിന്നിലെ പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല. ഒട്ടും എനിക്ക് വണ്ടി യാത്ര പറ്റത്തില്ല. അപ്പം ഇവൾക്കാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കി രാവിലെ. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോയിൽ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ബാക്കി പറയുകയും ചെയ്യാം. ഒത്തിരി പേര് പ്രാർത്ഥിച്ചു, ടെൻഷൻ അടിക്കണ്ട, ഞാൻ കാര്യം നെഗറ്റീവ് വരുമെന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ ആരും അതിന് നെഗറ്റീവ് പറഞ്ഞില്ല കേട്ടോ. എല്ലാവരും നല്ല രീതിക്കാണ് സംസാരിച്ചത്. എല്ലാവരും നല്ല രീതിക്ക് പ്രാർത്ഥിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറ കൊച്ചു പറഞ്ഞോ. സ്വന്തമായിട്ട് പൊട്ട് തൊട്ട് വെച്ചേക്കുന്ന ഭാഗമാണ് കേട്ടോ നിങ്ങളേക്ക്. അച്ചാച്ചനോ എന്തിയേ പറഞ്ഞോ കൊച്ചു പറ. എല്ലാവരും എന്നെ അടുക്കുവാന്ന് ചോദിച്ചേ. കാല്. അപ്പം അവിടെ വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ കുട്ടീനെ കുറച്ച് സമയവും കൂടെ വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. വേണ്ട, ഞാൻ പിടിച്ചോളാം. അയ്യോട്ടോ, ഇതാരെ പൊട്ട് തൊട്ടേ? ആരെ കൊച്ചിന് പൊട്ട് തൊട്ട് തന്നെ? അപ്പൂച്ചി തന്നെയാണോ തൊട്ടേ? അതാ അങ്ങനെ ഇരിക്കുന്നേ. കൊച്ചിന് കുളിപ്പിച്ചതാരാ? പല്ല് തേപ്പിച്ചതാരാ? അച്ചാച്ചനോട് പല്ല് തേപ്പിച്ച? കൊച്ചിന് അപ്പാപ്പൻ തന്നതാരാ? അത് കറക്റ്റ്. കൊച്ചിന് ഉടുപ്പ് മേടിച്ചു തന്നതാരാ? ഈ ഉടുപ്പ് മേടിച്ചു തന്നതാരാ? ഇച്ചാലയാണോ? ഇച്ചാല എന്ന് വിളിക്കുന്നത് ചേട്ടായിനെയാണ് കേട്ടോ. അപ്പം അവർ ഇച്ചായ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഇവളത് ഇച്ചാലയാക്കി. ഇച്ചാല. പിന്നെന്നാ കൊച്ചിന് ചെരുപ്പ് മേടിച്ചു തന്നതാരാ? അച്ചാച്ച. ഓക്കെ. പിന്നെന്നാ കൊച്ചിൻ്റെ കമ്മല് മേടിച്ചു തന്നെ ആരാ? കമ്മല് അമ്മയാണോ? മാല മേടിച്ചു തന്നെ ആരാ? അവിടെ തന്നെ പോയി മേടിച്ചോ? വളയാരാ മേടിച്ചെന്നെ? വളയാരാ മേടിച്ചെന്നെ? ചേച്ചിയോ? ഏത് ചേച്ചി? അങ്ങോട്ടൊക്കെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അത് ഏത് ചേച്ചി? അത് സ്വർണ്ണവളം മേടിച്ചെന്ന ചേച്ചി എനിക്കൊന്ന് കാണണമല്ലോ. എല്ലാവരോടും പറ. അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. എന്നാ അത് പോയി സെപ്റ്റംബർ. ഇങ്ങോട്ട് നോക്കി പറ. ചെരുപ്പ് പൊട്ടിപ്പോയിട്ടോ. ഇനി അതിൻ്റെ അകത്ത് തീരുമാനമാകാതെ നമ്മൾ ഇനി ഫോണും വേണ്ട, നമുക്കൊന്നും വേണ്ട അല്ലേ ഔട്ടി? എന്നാ ബർത്ത്ഡേ? എന്നാ സെപ്റ്റംബർ 3. എന്നാ 3? എത്ര വയസ്സാകും ഔട്ടിക്ക്? ഔട്ടിക്ക് എത്ര വയസ്സാവൂടി? 4? ഇങ്ങോട്ട് നോക്കിക്കേ. എത്ര വയസ്സാവുക കുട്ടിക്ക്? പറയിട്ടോ 2 വയസ്സാവുന്നു. ഇപ്പം പിന്നെ ആ ചെരുപ്പ് കറക്റ്റ് സമയത്ത് പൊട്ടിപ്പോയതുകൊണ്ട് അതിൻ്റെ പുറകെയാണ്. അപ്പോൾ മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ മുഖമൊക്കെ ഇച്ചിരി ഇടുമ്പിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം തന്ന മരുന്നിന് ഭയങ്കര ഡോസായിരുന്നു. എനിക്ക് ഭയങ്കര തലകറക്കം വരുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞു, എനിക്കത് മരുന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. വേറെ മരുന്നിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ഒരു മരുന്നാണ് ഇച്ചിരി പ്രശ്നം. വൈകുന്നേരം ഒരു 8 മണിക്ക് കഴിക്കേണ്ട ഒരു ടാബ്ലറ്റ്. അപ്പോൾ അത് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. പക്ഷെ മാറ്റിത്തന്നപ്പം ആ ഒരു തലകറക്കത്തിൻ്റെ സംഭവം ഇതുവരെ ഇല്ല. പക്ഷേ തല അനങ്ങത്തില്ല അല്ലേ? ആവുട്ടിക്ക് എത്ര വയസ്സാകും? ആവുട്ടിക്ക് എത്ര വയസ്സാകും? അതാണോ 2? അത് 3. ഐ ലവ് യു ഒന്ന് കാണിച്ചേ എല്ലാവരെയും. ഐ ലവ് യു കാണിച്ചേ. ബുക്കുകൾ കാണിക്കാനല്ല പറഞ്ഞ ഐ ലവ്. അതൊന്നും കാണിക്കണ്ട. നാണക്കേട്. ഐ ലവ് യു കാണിച്ചേ. ഐ ലവ് യു കാണിച്ചേ. ഐ ലവ് യു ഒന്ന് കാണിച്ചേ. തുണി വെക്ക്. ഐ ലവ് യു കാണിച്ചേടി. ഞാൻ കുട്ടീനെ കണ്ടില്ല എന്നുള്ള പരാതി ആരും പറയരുത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ആവുകുട്ടി. അതായത് ഞങ്ങളുടെ അല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമുട്ടയാണ്.
ആ പിന്നെ അമ്മ ബുക്കിലൊന്നുമില്ല. ചേച്ചി അയ്യേ നാളെക്കേട്. അതെ ചേച്ചിമാരെല്ലാം നോക്കുന്നു. ഇതേ നോക്കുന്നു ഫോണില്. അയ്യേ എത്ര പേരാ നോക്കുന്നത്. ഇവിടെ നോക്ക് ഫോണില്. അമ്മേനെ നോക്ക്. ചേച്ചിമാരൊക്കെ നോക്കുന്നുണ്ടോ? ഓണക്കേടോ. ചേച്ചിമാര് നോക്കും. അതിനാവട്ടോ ഒച്ച കേൾക്കുന്നേ. മീമിയാണോ? എന്നതാ? ഐ ലവ് യു ഒന്ന് കാണിച്ചേ. അമ്മ ഇന്ന മിന്നിയുടെ പാട്ടൊന്ന് പഠിക്കേ. അയ്യോ പഠിക്കേ. മൈക്കോ മൈക്ക് ആഴ്ചട്ടാക്കി കൊടുത്തില്ലേ നമ്മള്? ആഴ്ചട്ടായി കൊണ്ട് പാട്. മിന്ന മിന്നി മിന്നാണ് അതല്ല. കണ്ണാന്തുമ്പി കാഞ്ചനത്തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ലേ പിന്നെ എന്നെ ചാടി. അച്ഛനെ വിളിക്ക. അച്ഛൻ വിളി കേട്ടില്ലല്ലേ? മേല് വരെ കേക്കത്തില്ലടാ കുഞ്ഞാ വിളിച്ച. ആ വന്നല്ലോ. ഇത് വിളിക്ക. ഇവിടെ ഇവിടെ ഇവിടെ. ആ വെള്ളം ഇതിനാണോ വിളിച്ചേ? അപ്പം നമ്മുടെ ഒരു ഹോസ്പിറ്റൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒത്തിരി പേര് അന്വേഷിച്ചു, നമ്മൾ ഒത്തിരി പേരെ കണ്ടു. വീഡിയോ ഇട്ടപ്പോഴായാലും ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി പോയി കേട്ടോ. അതുകൊണ്ട് ബോധക്കേട്, തലകറക്കം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു നമ്മുടെ ഫാമിലിയിൽ. അപ്പം അതുകൊണ്ട് ഇനി ഞാൻ തീരുമാനിച്ചു ഇതുപോലെ ടെൻഷൻ പിടിച്ച കാര്യങ്ങളൊന്നും ആരോടും പറയില്ല എന്നുള്ളത്. കാരണം വെറുതെ അവരും കൂടി അറിഞ്ഞ് അവർക്കും ടെൻഷനായി വേറെ പ്രശ്നങ്ങളാവണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തലച്ചോറിൻ്റെ അല്ലെങ്കിൽ തലയുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മാറ്റിയെടുക്കാം, മരുന്ന് കഴിക്കണം, മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 ദിവസത്തേക്കുള്ള മരുന്നൊന്നും അത് കഴിയുമ്പോൾ ചെല്ലണം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഒരു ഹോസ്പിറ്റൽ സീരീസ് എന്ന് പറയുന്നൊരു സംഭവമൊന്നുമില്ല. ആ പടം 2 വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിച്ചതുകൊണ്ടും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മളൊരു ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ ഇതുപോലത്തെ കുറച്ച് അർജൻറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ, ഇതുപോലത്തെ ഹെൽത്ത് ഇഷ്യൂസ്, മെഡിക്കൽ കേസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക നിങ്ങളെ ഉറപ്പായിട്ട് അറിയിക്കും. അപ്പം ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കേട്ടോ, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ആരെന്ത് പറഞ്ഞാലും പേടിക്കേണ്ട, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയും. എനിക്ക് ചെയ്തതാണ്, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു, മെസ്സേജ് അയച്ചു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമാണ്. പിന്നെ അതിനകത്ത് കയറി 1.5 മണിക്കൂർ ഇങ്ങനെ കിടന്നപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം നമുക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ വേറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. മരുന്നിൻ്റെ ആയിരിക്കാൻ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറി വരും, ബാക്ക് ടു നമ്മൾ നോർമലിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം എല്ലാ ഞരമ്പിലും നീർക്കെട്ടുള്ളത് കൊണ്ട് മരുന്ന് നന്നായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോർമലായിട്ട് വരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ഇത്രയും നാൾ ആയില്ല ഇത് വെച്ചുകൊണ്ടിരിക്കാനും തുടങ്ങിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ തലയിലേക്കും കൂടെ ബാധിച്ചേക്കുന്നതുകൊണ്ട് നേരത്തെ കാലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇത് കയ്യിലേക്കായി, പിന്നെ ഇത് ബാക്ക് പെയിനിലേക്ക് വന്നു. ഇപ്പോൾ തലയിൽ അത് ബ്രെയിനിൻ്റെ സംഭവങ്ങളും ബ്രെയിനിലേക്ക് പോകുന്ന ഞരമ്പുകൾക്കും നീർക്കെട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു. ടാറ്റാ, ബൈ.